Good morning to all. Welcome to our accountancy class. In the previous class, we discussed about calculation of subscription. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് സബ്സ്ക്രിപ്ഷൻ്റെ കാൽക്കുലേഷൻ ആയിരുന്നു. എങ്ങനെയാണ് സബ്സ്ക്രിപ്ഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? കറണ്ട് ഇയറിലെ സബ്സ്ക്രിപ്ഷൻ്റെ കൂടെ ആ വർഷത്തെ ഔട്ട്സ്റ്റാൻഡിങ് ആഡ് ചെയ്ത് കാണിക്കണം. അതേപോലെ പ്രീവിയസ് ഇയറിൽ ഈ വർഷത്തേക്ക് വേണ്ടി വാങ്ങിയിട്ടുള്ള അഡ്വാൻസ് എമൗണ്ട് ആഡ് ചെയ്ത് കാണിക്കണം. ദെൻ സബ്സ്ക്രിപ്ഷൻ എമൗണ്ടിൽ നിന്നും കഴിഞ്ഞ വർഷത്തെ ഔട്ട്സ്റ്റാൻഡിങ് എമൗണ്ട് മൈനസ് ചെയ്ത് കാണിക്കണം. അതേപോലെ അടുത്ത വർഷത്തേക്ക് വേണ്ടി ഈ വർഷം അഡ്വാൻസ് വാങ്ങിയിട്ടുള്ള എമൗണ്ട് മൈനസ് ചെയ്ത് കാണിക്കണം. അതിനുശേഷം കിട്ടുന്ന എമൗണ്ട് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ കാണിക്കുക. ഇങ്ങനെയാണ് സബ്സ്ക്രിപ്ഷൻ്റെ കാൽക്കുലേഷൻ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത്. ഇൻ ദിസ് ക്ലാസ് വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് ട്രീറ്റ്മെൻറ്റ് ഓഫ് സം അതർ ഐറ്റംസ് റിലേറ്റഡ് ടു ഫൈനൽ അക്കൗണ്ട്സ് ഓഫ് നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ. ഇന്ന് നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ്റെ ഫൈനൽ അക്കൗണ്ടിൽ കാണിക്കുന്ന മറ്റ് ചില ഐറ്റംസിൻ്റെ ട്രീറ്റ്മെൻ്റ് ആണ്. ഫസ്റ്റ് വൺ, ട്രീറ്റ്മെൻറ്റ് ഓഫ് ലൈഫ് മെമ്പർഷിപ്പ് ഫീ. ലൈഫ് മെമ്പർഷിപ്പ് ഫീ ഈസ് ദ ലംസം പേയ്മെൻറ്റ് ഓഫ് സബ്സ്ക്രിപ്ഷൻ ഇൻസ്റ്റെഡ് ഓഫ് ആനുവൽ സബ്സ്ക്രിപ്ഷൻ. ലൈഫ് മെമ്പർഷിപ്പ് ഫീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആനുവൽ സബ്സ്ക്രിപ്ഷന് പകരമായിട്ട് എമൗണ്ട് മൊത്തത്തിൽ വാങ്ങിക്കുന്നതിനെ പറയുന്ന പേരാണ് ലൈഫ് മെമ്പർഷിപ്പ് ഫീ. ആജീവനാന്ത വരിസംഖ്യ, അതാണ് ലൈഫ് മെമ്പർഷിപ്പ് ഫീ. ലൈഫ് മെമ്പർഷിപ്പ് ഫീ ട്രീറ്റഡ് ആസ് ക്യാപിറ്റൽ റെസിപ്റ്റ്. ലൈഫ് മെമ്പർഷിപ്പ് ഫീനെ ക്യാപിറ്റൽ റെസിപ്റ്റ് ആയിട്ടാണ് കാണിക്കുന്നത്. ഡെബിറ്റഡ് ഇൻ receipt and payment account and shown in balance sheet as liability. ലൈഫ് മെമ്പർഷിപ്പ് ഫീ ക്യാപിറ്റൽ റെസിപ്റ്റ് ആയത് കാരണം റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിലെ ഡെബിറ്റ് സൈഡിൽ കാണിക്കണം, അതായത് ഡെബിറ്റ് ചെയ്ത് കാണിക്കണം. അതേപോലെ ബാലൻസ് ഷീറ്റിൻ്റെ ലയബിലിറ്റി സൈഡിലാണ് കാണിക്കേണ്ടത്. ഇത്രയാണ് ലൈഫ് മെമ്പർഷിപ്പ് ഫീയുടെ ട്രീറ്റ്മെൻറ്റ്. ലൈഫ് മെമ്പർഷിപ്പ് ഫീയുമായി റിലേറ്റഡ് ആയിട്ട് പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്. ലൈഫ് മെമ്പർഷിപ്പ് ഫീ ഈസ് എ ഡാഷ്. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ് വൺ ക്യാപിറ്റൽ റെസിപ്റ്റ്, സെക്കൻഡ് വൺ റവന്യൂ റെസിപ്റ്റ്, റവന്യൂ എക്സ്പെൻസ്, സ്പെസിഫിക് ഡൊണേഷൻ. ഇത്രയാണ് ഓപ്ഷൻസ് പറഞ്ഞിട്ടുള്ളത്. അതിൽ ലൈഫ് മെമ്പർഷിപ്പ് ഫീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, അത് ക്യാപിറ്റൽ റെസിപ്റ്റ് ആണ്. നെക്സ്റ്റ് വൺ, ട്രീറ്റ്മെൻറ്റ് ഓഫ് നോർമൽ എക്സ്പെൻസസ്. നോർമൽ എക്സ്പെൻസസ് മീൻസ് വേജസ്, സാലറി, റെൻറ്റ് എക്സെട്ര. ഇനി വേജസ്, സാലറി, റെൻ്റ് ഒക്കെയാണ് നോർമൽ എക്സ്പെൻസുകൾ. അതായത് നമ്മൾ സാധാരണ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലൊക്കെ കാണിക്കുന്ന എക്സ്പെൻസുകളുടെ ട്രീറ്റ്മെൻ്റ് ആണ് പറയുന്നത്. അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് ക്രെഡിറ്റഡ് ടു റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട്, ദെൻ ഡെബിറ്റഡ് ടു ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിലാണ് കാണിക്കുക. നോർമൽ എക്സ്പെൻസുകൾ റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിലും അതുപോലെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിലുമാണ് കാണിക്കുക. തേർഡ് വൺ, ട്രീറ്റ്മെൻറ്റ് ഓഫ് ഡൊണേഷൻ ആൻഡ് ലെഗസി. അടുത്തത് പറയുന്നത് ഡൊണേഷൻ്റെ അതുപോലെ ലെഗസിയുടെയും ട്രീറ്റ്മെൻറ്റിനെ കുറിച്ചാണ്. മീനിങ് ഓഫ് ഡൊണേഷൻ. ഡൊണേഷൻ റെപ്രസെൻറ്റ് ദ എമൗണ്ട് ഡൊണേറ്റഡ് ബൈ എനി പേഴ്സൺ വെദർ മെമ്പേഴ്സ് ഓർ ഔട്ട്സൈഡേഴ്സ് ടു ദ ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷനിലേക്ക് എമൗണ്ട്
ഡൊണേറ്റ് ചെയ്യുന്നതിനെ പറയുന്ന പേരാണ് ഡൊണേഷൻ. അതായത് ഒരു ഓർഗനൈസേഷനിലെ മെമ്പേഴ്സോ അല്ലെങ്കിൽ ഔട്ട്സൈഡേഴ്സോ ആരെങ്കിലും ഒരു എമൗണ്ട് ഡൊണേറ്റ് ചെയ്യുന്നതിനെ പറയുന്ന പേരാണ് ഡൊണേഷൻ. ദെൻ നെക്സ്റ്റ് വൺ, ലെഗസി. എന്താണ് ലെഗസി? മീനിങ് ഓഫ് ലെഗസി: ദ ഡൊണേഷൻ ബൈ എനി പേഴ്സൺ അണ്ടർ എ വിൽ ഓൺ ദി ഡെത്ത് ഓഫ് എ ഡോണർ. ലെഗസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തി അയാളുടെ മരണാനന്തരം അയാളുടെ സ്വത്തുക്കൾ ഒരു ഓർഗനൈസേഷനിലേക്ക് കൈമാറുന്നതിനെ പറയുന്ന പേരാണ് ലെഗസി. അതായത് അയാൾ വിൽപത്രം എഴുതി കൊടുക്കുന്നതിനെ പറയുന്ന പേരാണ് ലെഗസി. അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ്. ലെഗസിയും അതുപോലെ ഡൊണേഷനുമായി റിലേറ്റഡ് ആയിട്ടുള്ള അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ്. ഫസ്റ്റ് വൺ, ജനറൽ ഡൊണേഷൻ ആൻഡ് ലെഗസി. ഡൊണേഷനും ലെഗസിയും ജനറൽ പർപ്പസിനാണെങ്കിൽ റവന്യൂ റെസിപ്റ്റ് ക്രെഡിറ്റഡ് ടു ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. ഡൊണേഷനും ലെഗസിയും ജനറൽ പർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ട്രീറ്റ് ചെയ്യുന്നത് റവന്യൂ റെസിപ്റ്റ് ആയിട്ടാണ്. ദെൻ റവന്യൂ റെസിപ്റ്റ് ക്രെഡിറ്റഡ് ടു ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിലാണ് കാണിക്കുക. ദെൻ സെക്കൻഡ് വൺ, സ്പെസിഫിക് ഡൊണേഷൻ ആൻഡ് ലെഗസീസ്. ഡൊണേഷനും അതുപോലെ ലെഗസിയും ഒരു സ്പെസിഫിക് ഡൊണേഷൻ ആയിട്ടാണ് പറയുന്നത്, അല്ലെങ്കിൽ സ്പെഷ്യൽ ഫണ്ട് ആയിട്ടാണ് പറയുന്നതെങ്കിൽ ക്യാപിറ്റൽ റെസിപ്റ്റ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുക. ഷോൺ ഇൻ ദി ലയബിലിറ്റി സൈഡ് ഓഫ് ബാലൻസ് ഷീറ്റ്. സ്പെസിഫിക് ഫണ്ട് ആണെങ്കിൽ ക്യാപിറ്റൽ റെസിപ്റ്റ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുക. ക്യാപിറ്റൽ റെസിപ്റ്റ് കാണിക്കുന്നത് ബാലൻസ് ഷീറ്റിൻ്റെ ലയബിലിറ്റി സൈഡിലാണ്. ഇഫ് ഡൊണേഷൻ ഓർ ലെഗസി ആർ സ്മോൾ എമൗണ്ട്, ഇറ്റ് ഈസ് ട്രീറ്റഡ് ആസ് റവന്യൂ ഇൻ നേച്ചർ. ലെഗസിയും ഡൊണേഷനും സ്മോൾ എമൗണ്ട് ആണെങ്കിൽ, അതായത് ചെറിയ എമൗണ്ട് ആണെങ്കിൽ അത് റവന്യൂ റെസിപ്റ്റ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ, ബിൽഡിംഗ് ഫണ്ട്, ടൂർണമെൻറ്റ് ഫണ്ട്, മാച്ച് ഫണ്ട്, എക്സെട്ര. ഇതുപോലെ ചെറിയ ചെറിയ ഫണ്ടുകളായിട്ടാണെങ്കിൽ അത് റവന്യൂ റെസിപ്റ്റ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുക. ഫോർത്ത് വൺ, ട്രീറ്റ്മെൻറ്റ് ഓഫ് സെയിൽ ഓഫ് ഓൾഡ് ന്യൂസ് പേപ്പർ ആൻഡ് പീരിയോഡിക്കൽസ്. ഓൾഡ് ന്യൂസ് പേപ്പറും അതുപോലെ പീരിയോഡിക്കൽസും വിറ്റാൽ കിട്ടുന്ന എമൗണ്ടിൻ്റെ ട്രീറ്റ്മെൻറ്റ്. സെയിൽ ഓഫ് ഓൾഡ് ന്യൂസ് പേപ്പർ ആൻഡ് പീരിയോഡിക്കൽസ്. ദ സെയിൽ ഓഫ് ഓൾഡ് ന്യൂസ് പേപ്പർ ആൻഡ് പീരിയോഡിക്കൽസ് ട്രീറ്റഡ് ആസ് റവന്യൂ റെസിപ്റ്റ് ക്രെഡിറ്റഡ് ടു ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. The sale of old newspaper and periodicals treated as revenue receipt. അതായത് ന്യൂസ് പേപ്പറും പീരിയോഡിക്കൽസും ഒക്കെ വിറ്റ് കിട്ടുന്ന എമൗണ്ട് ട്രീറ്റ് ചെയ്യുന്നത് റവന്യൂ റെസിപ്റ്റ് ആയിട്ടാണ്. അത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിലാണ് കാണിക്കുക. സെയിൽ ഓഫ് ഓൾഡ് പീരിയോഡിക്കൽസ് ആൻഡ് ന്യൂസ് പേപ്പർ ട്രീറ്റഡ് ആസ് റവന്യൂ റെസിപ്റ്റ്. റവന്യൂ ഇൻകം ആയിട്ടാണ് കണക്കാക്കുക. അത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ കാണിക്കും. നെക്സ്റ്റ് വൺ, ട്രീറ്റ്മെൻറ്റ് ഓഫ് എൻട്രൻസ് ഫീ ഓർ അഡ്മിഷൻ ഫീ. ട്രീറ്റ്മെൻറ്റ് ഓഫ് എൻട്രൻസ് ഫീ ഓർ അഡ്മിഷൻ ഫീ. ഇറ്റ് ഈസ് ദ എമൗണ്ട് ടു ബി പെയ്ഡ് അറ്റ് ദ ടൈം ഓഫ് അഡ്മിഷൻ ഇൻ ടു എ ക്ലബ്, അസോസിയേഷൻ ഓർ സൊസൈറ്റി. എൻട്രൻസ് ഫീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്ലബിലേക്ക് അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു അസോസിയേഷനിലേക്ക്, സൊസൈറ്റിയിലേക്ക് അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് കൊടുക്കുന്ന എമൗണ്ടാണ് അഡ്മിഷൻ ഫീ ഓർ എൻട്രൻസ് ഫീ. ഇറ്റ് മേ ബി ട്രീറ്റഡ് ആസ് എനി ഓഫ് ദ ഫോളോയിങ് 3 ways. ഈ എൻട്രൻസ് ഫീനെ ട്രീറ്റ് ചെയ്യുന്നത് താഴെ പറയുന്ന 3 രീതിയിലാണ്. ഫസ്റ്റ് വൺ, റവന്യൂ റെസിപ്റ്റ് ഓർ ഇൻകം ക്രെഡിറ്റഡ് ടു ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. ഒന്ന് കണക്കാക്കുന്നത് റവന്യൂ റെസിപ്റ്റ് ആയിട്ടാണെങ്കിൽ അത് എൻട്രൻസ് ഫീ റവന്യൂ റെസിപ്റ്റ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നതെങ്കിൽ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ കാണിക്കണം. ദെൻ സെക്കൻഡ് വൺ, ക്യാപിറ്റൽ റെസിപ്റ്റ്. ഇനി ക്യാപിറ്റൽ റെസിപ്റ്റ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നതെങ്കിൽ ക്യാപിറ്റൽ റെസിപ്റ്റ് ആഡഡ് ടു ക്യാപിറ്റൽ ഫണ്ട്
ഓൺ ദ ലയബിലിറ്റി സൈഡ് ഓഫ് ബാലൻസ് ഷീറ്റ്. ക്യാപിറ്റൽ റെസീപ്റ്റ് ആണെങ്കിൽ അത് ക്യാപിറ്റൽ ഫണ്ടിൻ്റെ കൂടെ ബാലൻസ് ഷീറ്റിൻ്റെ ലയബിലിറ്റി സൈഡിൽ ആഡ് ചെയ്ത് കാണിക്കണം. തേർഡ് വൺ, സം പോർഷൻ ട്രീറ്റഡ് ആസ് റവന്യൂ റെസീപ്റ്റ്, ഫോർ എക്സാമ്പിൾ സേ 30% ആൻഡ് റിമൈനിങ് സേ 70% ട്രീറ്റഡ് ആസ് ക്യാപിറ്റൽ റെസീപ്റ്റ്. ഇത് ക്വസ്റ്റ്യനിൽ സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടുണ്ടാവും. 30% റവന്യൂ റെസീപ്റ്റ് ആയിട്ടാണ് കണക്കാക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ 30% എവിടെ കാണിക്കണം? ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ കാണിക്കണം. ബാക്കി വരുന്ന 70% ഏതിലും കാണിക്കണം? ക്യാപിറ്റൽ റെസീപ്റ്റ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുക. ആ 70% ബാലൻസ് ഷീറ്റിൻ്റെ ലയബിലിറ്റി സൈഡിലും കാണിക്കണം. ഇതാണ് ട്രീറ്റ്മെൻറ്റ് ഓഫ് എൻട്രൻസ് ഫീ ഓർ അഡ്മിഷൻ ഫീ. ഈ പെർസെൻറ്റേജിൻ്റെ കണക്കൊക്കെ ക്വസ്റ്റ്യനിൽ സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടുണ്ടാവും. ഏത് രീതിയിലാണത് ട്രീറ്റ് ചെയ്യുക എന്നുള്ളത് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടാവും. ആ ക്വസ്റ്റ്യൻ നോക്കിയിട്ട് വേണം ഈ എൻട്രൻസ് ഫീയുടെ ആൻസർ ചെയ്യാൻ.